തിരുവനന്തപുരം PA അസീസ് കോളേജിനുള്ളിൽ കത്തിക്കരിഞ്ഞ മൃതദേഹം കണ്ടെത്തി. കോളേജിനുള്ളിലെ പണിതീരാത്ത കെട്ടിടത്തിനുള്ളിലാണ് മൃതദേഹം കണ്ടെത്തിയത്. കോളേജ് ഉടമ അബ്ദുൽ അസീസ് താഹയുടെ കാറും മൊബൈൽ ഫോണും പരിസരത്ത് നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. സ്വാന്തന കൂടുതൽ വിവരങ്ങളുമായി. സ്വാന്തന, എന്തെങ്കിലും ഒരു സൂചന ഈ കാര്യത്തിലുണ്ടോ? എന്താണ് സംഭവിച്ചത്? ആരാണ് ഈ കത്തിക്കരിഞ്ഞിൽ കണ്ടെത്തിയ മൃതദേഹം ആരുടേതാണെന്ന കാര്യത്തിൽ? എഞ്ചിനീയറിംഗ് കോളേജിലാണ് ഒരു മൃതദേഹം ഇപ്പോൾ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയിട്ടുള്ളത്. ഈ കോളേജിലെ തന്നെ പണി തീരാത്ത ഒരു കെട്ടിടത്തിനുള്ളിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. നിഷാദ് ചോദിച്ചതുപോലെ തന്നെ ഇത് പ്രാഥമികമായി പോലീസ് പറയുന്ന ഒരു കാര്യം, ഈ കോളേജിന്റെ ഉടമയായ മുഹമ്മദ് അബ്ദുൾ അസീസ് താഹ അദ്ദേഹത്തിന്റെ ആണ് ഈ മൃതദേഹം എന്നൊരു സംശയമാണ് ഉള്ളത്. അത്തരത്തിലുള്ള സംശയം ഉണ്ടാകാനുള്ള കാരണം എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ മൊബൈൽ ഫോണും അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ കാറും ഒക്കെ തന്നെയും ഈ കെട്ടിടത്തിന് സമീപത്തായി തന്നെ കിടപ്പുണ്ട്. അതുകൊണ്ട് അദ്ദേഹമാണോ എന്നുള്ള ഒരു സംശയത്തിലേക്കാണ് ഇപ്പോൾ പോലീസ് എത്തിയിരിക്കുന്നത്. അത് അദ്ദേഹത്തിന്റെ മൃതദേഹം തന്നെയാണോ ഈ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് എന്ന് കണ്ടെത്തുവാൻ വേണ്ടി ഇപ്പോൾ പോലീസും അതുപോലെ തന്നെ ഫോറൻസിക് വിദഗ്ധരും ഒക്കെ തന്നെയും ഈ സംഭവ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ ഈ കോളേജിലെ തന്നെ ജീവനക്കാരനായ എബി ഇത്തരത്തിൽ ഒരു മൃതദേഹം അവിടെ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. പിന്നീടാണ് പോലീസിനെ വിവരം അറിയിച്ചിട്ടുള്ളത്. നെടുമങ്ങാട് പോലീസാണ് ഇപ്പോൾ ഈ ഒരു സംഭവത്തിൽ അന്വേഷണം നടത്തുന്നത്. ഏറ്റവും പ്രധാനമായി തന്നെ ഇത് ആരുടെ മൃതദേഹമാണ് എന്നുള്ളതാണ്. ഈ കാറും ഫോണും ഇവിടെ കണ്ടെത്തിയത് കൊണ്ട് തന്നെയാണ് ഇത് ഈ കോളേജ് ഉടമയുടെ തന്നെയാണ് എന്നുള്ളൊരു പ്രാഥമിക നിഗമനത്തിലേക്ക് ഇപ്പോൾ പോലീസ് എത്തിയിരിക്കുന്നത്. അതിൽ തന്നെ ഒരു സ്ഥിരീകരണം വരേണ്ടതുണ്ട്. അത് വരും മണിക്കൂറുകളിൽ മാത്രമേ വരികയുള്ളൂ. നമ്മൾ മനസ്സിലാക്കുന്നത് പ്രകാരമാണെങ്കിൽ ഈ കോളേജ് ഉടമയായ ഈ മുഹമ്മദ് അബ്ദുൾ അസീസ് താഹയ്ക്ക് ചില സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും ഇദ്ദേഹത്തോട് പണം ചോദിച്ച ചില ആളുകളൊക്കെ എത്തിയിരുന്നു എന്നും അറിയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും സാമ്പത്തിക പ്രതിസന്ധിയാണോ ഈ സ്വയം ഒരു ആത്മഹത്യയിലേക്ക് നയിച്ചതാണോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഈ ദുരൂഹത ഈ ഒരു മരണത്തിലുണ്ടോ എന്നുള്ള കാര്യമൊക്കെ തന്നെയും വ്യക്തമാകേണ്ടതുണ്ട്. അതിനാദ്യം തന്നെ ഈ മൃതദേഹം ആരുടേതാണ് എന്ന് കണ്ടെത്തേണ്ടതുണ്ട്. നിഷാദ്, അതിനുള്ള ഒരു പ്രാഥമിക നടപടികൾ തന്നെയാണ് ഇപ്പോൾ പോലീസ് സ്വീകരിച്ചു വരുന്നത്.